നമ്മൾ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയി അല്ലേ? ഉച്ച സമയം വലിക്കുന്ന ടൈം ആയതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഇത്ര ആൾക്കാർ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം. പിന്നെ എവിടെ പോകുന്നത്? ഇന്നത്തെ നമ്മുടെ ഉത്സവം ആണ് ഇന്ന്. അപ്പൊ നമ്മൾ കുതിരയുടെ അടുത്തോട്ട് പോകണം, നമ്മുടെ ഈഴത്തേക്കല്ലേ? അത് ഈരഴത്തേക്ക്. ഇന്ന് നമ്മുടെ കുംഭഭരണി ദിവസമാണ്. രാവിലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലേ? ഒട്ടിക്കത്തെ തിരക്കായിരുന്നല്ലേ? ഇന്നപ്പോ നമ്മള് വൈകിട്ട് കുതിരച്ചോലിലോട്ട് പോവാ. അപ്പം എന്താ പറയേണ്ട അറിയത്തില്ല, ഒരു വർഷം പെട്ടെന്ന് പോയില്ലേ? കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് ഭയങ്കര തിമിർപ്പായിരുന്നു. അപ്പൊ ഈ വർഷം നമ്മൾ ഇനി അങ്ങോട്ട് പോവാ. അപ്പം അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കണില്ലേ? പിന്നെ നമ്മള് കാഴ്ചയുണ്ട്. അതെ അതെ, ചില ക്വാളിറ്റി പ്രശ്നമൊക്കെ ആണല്ലോ നമ്മുടെ ഈ ഫോണിന്റെ ഒരു ഇതും. പിന്നെ നല്ല തിരക്കായിരിക്കും, ഒരു മണ്ണ് നുള്ളിടാൻ സമയം കിട്ടത്തില്ല, അത്ര തിരക്കായിരിക്കും. അതെ, നമ്മള് ചിലപ്പം വീഡിയോക്കകത്തൊന്നും പറയാം, വോയിസ് ഓവർ ആയിരിക്കും നമുക്ക് കുറച്ച് വരുന്നത്. അതെ, ഭയങ്കര ആൾക്കാർ. അപ്പൊ നമ്മള് മാക്സിമം നമ്മളെല്ലാം കാണിക്കാൻ നോക്കും. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് കുതിരച്ചോലിലോട്ട് 4 മണിക്കോ 3:30 അങ്ങോട്ടാ കുതിര എടുക്കുന്നത്, വലിക്കാൻ പോകണം. അപ്പം വലിക്കുന്നൊന്നും കാണിക്കുന്നത് നമ്മള് ആദ്യം കാണാൻ പോകുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് പോവാം. ഓക്കെ, വേറെ റൂട്ടൊക്കെയാണ്, മൊത്തം തിരക്കാണ് കണ്ടോ ഇതെല്ലാം. അതെ, ഫുള്ള് തിരക്ക്. അതെ, നമ്മള് വേറെ റൂട്ട് പിടിക്കുക. അവിടെ ബാരിക്കേഡൊക്കെ ഫുൾ ഇതല്ലേ? അത് തന്നെ. അതെ, നമ്മളിനി വേറെ റൂട്ടുണ്ട് കണ്ടത്തി കൂടെ, ആ വഴി കയറി പോവാം. ഒരു വഴി പിടിക്കാനിരുന്നത്, പക്ഷെ അവിടെ നമുക്ക് പോലീസുകാരായതുകൊണ്ട് ആ ഒരു ഏരിയ നമുക്ക് കയറാൻ പറ്റില്ല. അല്ലെ, ബാരിക്കേഡായിരുന്നു അവിടെ മൊത്തം. ബാരിക്കേഡ് വെച്ചിട്ട് ആൾക്കാരെ നടത്തി വിടുക അല്ലേടാ? നടത്തി വിടുന്നോണ്ട് വലിയ പ്രശ്നമായിരുന്നു. അതാ ആ വഴി പേരൊക്കെ വരുന്നത്. അതെ, ഇപ്പൊ തന്നെ കണ്ടു ഇവിടുത്തെ തിരക്കുണ്ടോ? ഈ റോഡ് ഫുള്ള്. രാത്രിയാകുമ്പോ ഈ റോഡിലൊന്നും നിൽക്കാൻ പറ്റില്ല. 5:30 കൂട്ടിയാൽ മതി. എത്ര മണിയായി? 3:30. ഇപ്പൊ ഏകദേശം അത്രയാൻ തോന്നുന്നു സമയം. ഇപ്പൊ ഏകദേശം 4:00 3:30 കഴിഞ്ഞു. അതാ ഫുള്ള് തിരക്കായിരിക്കുന്നത്. ഇവിടെ ആണ് ഫുള്ള് പോലീസുകാരും ബാരിക്കേഡുമായിട്ടൊക്കെ കണ്ട ഗൈസ്. ഇവിടെ ഫുള്ള് പോലീസാണ്, ഫുള്ള് ബാരിക്കേഡാണ്. ഇവിടുന്നാണ് നമ്മൾ കയറാൻ നോക്കിയത്, പക്ഷെ നമുക്ക് അതുവഴി നടക്കാത്തതുകൊണ്ടാണ് നമ്മൾ മറ്റേ വഴി വിട്ടത്. ഗൈസ് നടക്കാൻ കേട്ടോ, ബാക്കിൽ നല്ല തിരക്കുണ്ട്. നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് നടക്കാം, അല്ലാതെ ഇനി പറ്റത്തില്ല. സ്ഥലമെത്തി, അവിടെ ആ സ്ഥലം നമ്മൾ വണ്ടി വെച്ചിട്ട് നടക്കുക. ഇനി നമുക്ക് വലിക്കുന്നതാണ്. അവിടെ എത്തിയിട്ട് ബാക്കി പരിപാടി. നമ്മൾ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയി അല്ലേ? കൊണ്ടുപോയി സാധനം കൊണ്ടുപോയി അങ്ങോട്ട്. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. കണ്ടിട്ടേ വരത്തുള്ളൂ. അതാ അതുകൊണ്ട് നമ്മൾ കണ്ടെത്തി കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കുതിരയെ കണ്ടെത്തി ഇല്ലേ? നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് വരാം. വന്നപ്പോൾ ഇത്തിരി താമസമല്ലേ? നല്ല തിരക്ക് കേട്ടോ. അതെ, സാധാരണ 3:30-4 മണിക്ക് നമ്മളെത്തിയപ്പോൾ 3:30 കഴിഞ്ഞ് താമസിച്ചു. ഇനി നമ്മൾ വൈകിട്ട് ഇനി അമ്പലത്തിലോട്ട് പോകുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് ഇതിനെ ഇറക്കുന്ന കാണാൻ വന്നേ. എന്തായാലും കണ്ടു. ഇനി വൈകിട്ട് അമ്പലത്തിലെ ഇതല്ല വിശേഷം കാണാല്ലേ? അതിലുള്ള ഫുൾ അതെ, അത് ഫുള്ള് വോയിസ് ഓവർ ആയിരിക്കും. ഇനി നമ്മളില്ലേ, നമുക്ക് ഫുള്ള് വോയിസ് ഓവറേ പറ്റത്തുള്ളൂ. അതെ, ഭയങ്കര നോയ്സ് ഉണ്ട്, എല്ലാം കൊണ്ടും ഭയങ്കര ഇതാ. നമുക്കിനി എന്തായാലും വൈകിട്ട് അമ്പലത്തിൽ വെച്ച് കാണാം. അങ്ങനത്തെ ഇപ്പോൾ നമ്മൾ ആ ഒരു കെട്ടുകാഴ്ച കാണാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. അത് നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ കുറവായിരിക്കും എന്നൊക്കെ മുൻകൂട്ടി കണ്ടാണ് നമ്മളൊരു 10:30 കഴിഞ്ഞൊക്കെ ഇറങ്ങാമെന്നൊക്കെ വെച്ചത്. പക്ഷേ അന്നേരം നല്ല ആൾക്കാരുണ്ടായിരുന്നു. സാധാരണ നമ്മൾ റോഡിലൊക്കെ ദൂരെ വണ്ടി ഇട്ടിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ വരെ നടക്കുമായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ഈ ഒരു ടൈമിൽ ഇറങ്ങിയോണ്ട് നമുക്ക് ഇച്ചിരി കൂടെ അടുത്തെത്താൻ പറ്റിയിട്ടുണ്ട്. എത്രയൊക്കെ സമയമായെന്ന് പറഞ്ഞാലും കണ്ട ഈ തിരക്ക് കണ്ടോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിയാൻ പറ്റാത്ത രീതിക്ക് തിരക്കായിരുന്നു ഇവിടെ. ഒരേ സമയം ആൾക്കാർ കണ്ടിട്ട് പോകുന്നവർ അത്രയും ഇരട്ടിയാണ് തിരിച്ചിങ്ങോട്ട് പിന്നെയും കാണാൻ വരുന്ന ആൾക്കാരുടെ ആ ഒരു റഷ്. എന്തായാലും ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ആ ഒരു കാഴ്ചക്കണ്ടത്തിലോട്ട് ഇറങ്ങിയിട്ടല്ല, നമ്മൾ അതിൻ്റെ ആ ഒരു മണ്ടയ്ക്ക് റോഡിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും നല്ലൊരു വ്യൂ ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്. അങ്ങനത്തെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ ഹനുമാനാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് കുതിരയായ നമ്മുടെ നടക്കാവാണ് ഇനി ഇറങ്ങാനുള്ളത് കാഴ്ചക്കണ്ടത്തിൽ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ ഒരു നടക്കാവ് വലിച്ച് നമ്മുടെ ആ ഒരു ദേവീ ദർശനത്തിന് വേണ്ടി തിരിക്കാൻ നേരം നമുക്ക് ചെറിയൊരു പണി. തിരിക്കുന്ന ടൈമിൽ ഈ കയർ പിടിച്ച് വലിച്ചവരെല്ലാവരും കൂടെ ഒരു സൈഡിലോട്ട് ഒറ്റ വലി. അന്നേരത്തേക്ക് ഇവിടെ നിന്ന പകുതിയും പേരെയും കൂടെ അവർ തൂത്ത് വടിച്ചുകൊണ്ട് സൈഡിലോട്ട് വീഴും. പുറകിലോട്ട് നീങ്ങുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് എല്ലാവരുടെയും
കാലിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചവിട്ടി എല്ലാവരും ഇങ്ങോട്ടൊരു വീഴ്ച വീണു ബാക്കിൽ. ഇതെന്തായാലും വലിയ പുത്തിരിയൊന്നും അല്ല, ഇതേപോലുള്ള ആഘോഷങ്ങൾക്കൊക്കെ വരുമ്പോൾ സ്ഥിരമാണ് ഇടിയും തള്ളും. അങ്ങനെ ഇപ്പോൾ നമ്മൾ നമ്മുടെ കാഴ്ചക്കണ്ടത്തിലോട്ട് ഇറങ്ങിയേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ചക്കണ്ടത്തിൽ ഇറങ്ങി ഇതേപോലെ വിഷ്വൽ എടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ തേരിൻ്റെയും കുതിരയുടെ എല്ലാം ശരിക്കുള്ള ആ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നത്. സൈഡിൽ നിന്ന് കാണുന്നതിനെക്കാട്ടി നമ്മുടെ നേരിട്ട് ഈ കുതിരയും ഒക്കെ തേരും കാണുമ്പോഴാണ് ശരിക്കും നമുക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നത്. കുറച്ചുകൂടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിതിൽ ആ ഒരു നെറ്റിപ്പട്ടൻ്റെ ഭാഗത്തൊക്കെയുള്ള കൊത്തുപണികളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇപ്പം നമ്മുടെ ലാസ്റ്റ് കുതിരയായ നടക്കാവ് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് വന്ന് നിന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പം നമ്മുടെ 13 കരകളിലെയും കെട്ടുകാഴ്ച ഈ ഒരു ഒറ്റ കാഴ്ചക്കണ്ടത്തിൽ എത്തിയപ്പോഴത്തേക്കും സംഗതി കളറായി കാണാം. കുറച്ച് നേരം കൂടെ നിന്ന് ഞങ്ങൾ അതിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിച്ചിട്ട് ഞങ്ങൾ പിന്നെ പെതിയെ അവിടുന്ന് സ്കൂട്ടാവുന്ന വെച്ചു. ഇതുപോലുള്ള ആഘോഷങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ മൊബൈൽ, പേഴ്സ്, ഗോൾഡ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ മൊബൈലൊക്കെ കൊണ്ടുവന്ന പ്രത്യേക ഒരു ഗ്യാങ് നമ്മുടെ ഈ ഒരു ഭരണി പ്രമാണിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് നമ്മുടെ അനൗൺസ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ തിരക്കിനിടയിൽ അതൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള ഒരു ചാൻസും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയും തിക്കിൻ്റെയും തിരക്കിൻ്റെ ഒക്കെ കയറുമ്പോൾ നമ്മുടെ സാധനങ്ങളല്ല. എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലും സപ്പോർട്ട്